ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എങ്ങനെ നമുക്ക് സാരിയിൽ, പർദ്ദയിൽ, അതുപോലെ തന്നെ എവിടെ ഏത് ഡ്രസ്സിലും നമുക്ക് എന്താ പറയുക സ്റ്റോൺ വർക്ക്, എങ്ങനെ സ്റ്റോൺ വർക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ കുറെ പലകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് ചിലപ്പോൾ ക്യാമറ ദൂരെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ക്യാമറ കുറച്ച് അടുത്ത് വെച്ചിട്ട് എന്താണ് ഈ ഒരു സാധനം എന്നുള്ളത് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ എന്താ പറയാ സ്റ്റോൺ ഫിക്സ് ചെയ്യുന്ന അച്ച്. ഈ അച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ സ്റ്റോൺ ഏത് ഡിസൈൻ ആണ് നമുക്ക് സാരിയിൽ ഡിസൈൻ വേണ്ടത്, അല്ലെങ്കിൽ പർദ്ദയിൽ ഏത് ഡിസൈൻ ആണ് വേണ്ടത് എന്ന് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രതലത്തിലാണോ, ബ്ലൗസിലാണെങ്കിൽ ബ്ലൗസ്, ഏതിലാണോ നിങ്ങൾക്ക് എന്താ പറയാ ആ ഡിസൈന്, നിങ്ങൾ ഏത് ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പിക്ചർ, ആ ഒരു ബോർഡർ നിങ്ങൾക്ക് വേണ്ടത്, അത് ചെയ്യാൻ നമുക്ക് വേണ്ട അച്ചാണിത്. ഈ അച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ സാരിയിലോ പർദ്ദയിലോ എവിടെ വേണമെങ്കിലും നമ്മൾ ഈ സ്റ്റോൺ വർക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ നോക്കാം. അപ്പോ ഞാനൊരു സാരിക്ക് പകരമായിട്ട് ഞാനിതാ ഒരു സാറ്റിൻ തുണിയാണ് എടുത്തത്. നമുക്കിത് സാരിയായിട്ട് തന്നെ സങ്കല്പിക്കാം. കാരണം എൻ്റെ അടുത്ത് പഴയ ഒരു സാരി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയാ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഒരു സാരി ഇല്ലാഞ്ഞിട്ടാണ് ഈ ഒരു സാറ്റിൻ തുണി ഞാൻ ഇവിടെ എടുത്തത്. ഈ ഒരു ഇത് നമുക്കൊരു സാരിയായിട്ട് സങ്കല്പിച്ച് എങ്ങനെ നമുക്ക് സ്റ്റോൺ വർക്ക്, എങ്ങനെ ആ ഒരു ഡിസൈൻ ഇതിലേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇതിലേക്ക് വേണ്ട സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോൺ എങ്ങനെ നമുക്ക് എന്താ പറയാ ഈ ഒരു അച്ചിലേക്ക് നമുക്ക് എങ്ങനെ ഈ ഒരു സ്റ്റോൺ നമുക്ക് ഡിസൈൻ ചെയ്ത് ഈ ഒരു സാരിയിലേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട്, എന്റെ സൗകര്യത്തിനാണ് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തത്, കുറച്ച് സ്റ്റോൺ നമ്മൾ അതിലേക്ക് ഇട്ടു. സ്റ്റോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റോൺ എങ്ങനെ നമുക്ക് സാരിയിലോ പർദ്ദയിലോ എന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ, നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ എന്താ പറയാ ആ ഒരു സ്റ്റോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോൺ നമ്മൾ ഈ ഒരു സ്പോഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ ആ ഒരു എന്താ പറയാ റോസ് പൗഡർ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പോഞ്ചാണിത്. ആ സ്പോഞ്ച് എനിക്ക് എന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു നമ്മുടെ ആ ഒരു സ്റ്റോണ് ഈ ഒരു പലകയിലേക്ക് നമ്മൾ കൊടുക്കുക. അത് നിങ്ങൾ വാരി വിതറിയാൽ മതി, ഒരു പ്രശ്നമില്ല. ഇതുപോലെ നിങ്ങൾ വാരി വിതറുക. ഈ ഒരു നമ്മുടെ എന്താ പറയാ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നമ്മൾ കൊടുക്കുക. കുറെ സ്റ്റോണൊക്കെ എന്താ പറയാ ആ ഒരു അച്ചിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി വരാത്ത ഭാഗത്തിൽ വീണ്ടും നമ്മൾ എന്താ പറയാ ആ ഒരു സ്റ്റോൺ വിതറി കൊടുക്കുക.
അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഈ ഒരു സ്റ്റോണ്, ഈ ഒരു ഡിസൈന് നമുക്ക് ഈ ഒരു സാരിയിലേക്ക് പകർത്തണമെങ്കിൽ നമുക്കൊരു സ്റ്റിക്കർ വേണം. ആ സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു സാരിയിലേക്ക് നമ്മൾ പകർത്തുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ നമ്മൾ മുറിച്ചെടുക്കാം. ഓക്കെ, ആ ഒരു സ്റ്റിക്കർ നമ്മൾ മുറിച്ചെടുത്തു. അതിനുശേഷം അതിൻ്റെ സ്റ്റിക്കർ മാത്രം നമ്മൾ എടുക്കുക. എന്നിട്ട് ആ ഒരു ഡിസൈനിന് മുകളിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റിക്കറിനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം നമ്മൾ പ്രസ് ചെയ്യുക. നല്ലോണം പ്രസ് ചെയ്ത് ഈ ഒരു മുത്തുകളെ ആ ഒരു എന്താ പറയുക സ്റ്റിക്കറിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. ഓക്കെ, നമുക്കൊന്ന് ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, ആ സ്റ്റിക്കറിനെ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, ആ ഡിസൈന് നമുക്ക് എന്താ പറയുക നമ്മുടെ ആ ഒരു സ്റ്റിക്കറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് എന്താ പറയുക ഇതിലേക്ക് ഒട്ടിക്കാൻ നോക്കാം. ഈ ഒരു അച്ച് നമ്മൾ മാറ്റി വെച്ചു. ബാക്കി വന്ന സ്റ്റോൺസൊക്കെ കറക്റ്റ് നമ്മൾ അതിലേക്ക് തന്നെ എടുത്തിട്ടു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ സാരി അല്ലെങ്കിൽ ഫർദ നമ്മൾ എന്താ പറയുക അതിലേക്ക് എടുത്തു. ഫസ്റ്റ് നമ്മൾ ആ ഒരു ബോട്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ബോട്ടറിന് കണക്കാക്കിയിട്ട് നമ്മുടെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു സാരിയിലേക്ക് മാറ്റിയെടുക്കണം. ഓക്കെ, ഞാനിവിടെ അയൺ ബോക്സ് എടുത്തിട്ടുണ്ട്. അയൺ ബോക്സ് ഹീറ്റിൽ വെക്കുക. ഹീറ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്താ പറയുക അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ചൂടായതിന് ശേഷം ആ ഒരു പേപ്പർ നമ്മൾ അതിൽ വെച്ചു. എന്നിട്ട് അതിലേക്ക് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. ഹീറ്റ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക.
ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഹീറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഈ ഒരു സ്റ്റിക്കർ നമുക്ക് പറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ പറിച്ച് നോക്കാം. കണ്ടില്ലേ, വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഡിസൈൻ നമുക്ക് എന്താ പറയുക ആ ഒരു തുണിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു തുണി എത്ര നമ്മൾ ഇനി എന്താ പറയുക അലക്കി കഴിഞ്ഞാലോ മറ്റൊന്ന് ഇതിലേക്ക് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക ആ ഒരു ഡിസൈൻ നമുക്ക് അതിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഒരു ഡിസൈന് എങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു സാരിയിൽ ഒരു ഫർദയിൽ നമുക്ക് കൊടുക്കാമെന്നുള്ളത് നമുക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ചെറിയൊരു ഡിസൈൻ കൂടി നമുക്ക് എന്താ പറയുക ഇതിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താ പറയുക എത്ര ഡിസൈൻ വേണമെങ്കിലും എന്താ പറയുക നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് എന്താ പറയുക ഒരു ചെറിയൊരു ഡിസൈൻ കൂടി നമുക്ക് ഇതിൽ ചെയ്ത് നോക്കാം. നമുക്കിഷ്ടമുള്ള ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റോണിനെ നമ്മൾ അതിലേക്ക് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു സ്റ്റിക്കർ എടുത്ത് അതിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്ക് ഈ ഒരു സ്റ്റിക്കറിലേക്ക് മാറ്റിയെടുത്തു. എവിടെയാണോ ആ ഡിസൈൻ വേണ്ടത് അവിടെ വെക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ ഒരു പേപ്പർ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കർ പതുക്കെ ഊരിയെടുക്കുക. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് അതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ഒരു
ഫർദയിലോ അല്ലെങ്കിൽ സാരിയിലോ നമുക്ക് എന്താ പറയുക ഒരു സ്റ്റോൺ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്.